പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന്റെ പുതിയൊരു അധ്യായം കൂടി തുറക്കുകയാണ് സിറിയയിൽ. അസദ് സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യത്തെ ഇസ്ലാമിസ്റ്റ് സായുധ സംഘം രണ്ടാമത്തെ പ്രധാന നഗരമായ അലപ്പോയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയായി ഹയാ തഹ്രീർ അൽ-ഷാം എന്ന സംഘടന സിറിയയിൽ സൈനിക നീക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷിയ വിരുദ്ധ പ്രതിപക്ഷ സൈനിക സഖ്യമാണ് തഹ്രീർ അൽ-ഷാ എന്നതാണ് ശ്രദ്ധേയം. ചാരം മൂടിക്കിടന്ന കനൽക്കട്ട വീണ്ടും ആളിക്കത്തുകയാണ് സിറിയയിൽ. ഇത്തവണ ഇഡ്ലിബിൽ നിന്നാണ് ആഭ്യന്തര യുദ്ധത്തിൻ്റെ അഗ്നി നീറിപ്പിടിക്കുന്നത്. സിറിയയിൽ ബഷാർ അൽ അസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഷിയ സർക്കാരിനെതിരായി യുദ്ധം ചെയ്യുന്ന സുന്നി ഇസ്ലാമിക് സംഘടനയായ തഹ്രീർ അൽ ഷാമിൻ്റെ പട വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അസാദ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന സംഘടനകളുടെ കൂട്ടായ്മയാണ് തഹ്രീർ അൽ ഷാം. 2016 സിറിയൻ സർക്കാർ സൈന്യം വിമത സൈന്യത്തെ തുരത്തി ഓടിച്ച ശേഷം ഇതാദ്യമായാണ് സിറിയയിൽ വലിയൊരു സർക്കാർ വിരുദ്ധ സൈനിക നീക്കം നടക്കുന്നത്. അതേസമയം അലപ്പോയിലും ഇഡ്ലിബിലും തന്ത്രപ്രധാന പട്ടണങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചെന്നാണ് സിറിയൻ സർക്കാർ പറയുന്നത്. 2011 ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ഉടലെടുത്ത ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം ആളുകൾ സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ അസ്ഥിരാവസ്ഥ മുതലെടുത്ത് ജിഹാദിസ്റ്റുകളടക്കം നിരവധി സായുധ സംഘടനകൾ സിറിയയുടെ വലിയൊരു ഭാഗം കൈയടക്കിയിരുന്നു. റഷ്യയുടെ പിന്തുണയോടെ അസാദ് സർക്കാർ പിന്നീട് നഷ്ടമായ മേഖലകൾ തിരിച്ചുപിടിച്ചു. ഇതിൽ അവശേഷിക്കുന്ന മേഖലയായ ഇഡ്ലിബ് തഹ്രീർ അൽ ഷാം ശക്തി കേന്ദ്രമാണ്. തുർക്കി പിന്തുണയുള്ള ശക്തികളും ഈ മേഖലയിലുണ്ട്. സിറിയൻ ആഭ്യന്തര യുദ്ധം അടിച്ചമർത്തുന്നതിൽ സർക്കാരിന് വലിയ വിജയം നേടാൻ കാരണമായ ഘടകം ഹെസ്ബുള്ളയുടെ സഹായമായിരുന്നു. ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹെസ്ബുള്ളയുടെ കരുത്തു കുറഞ്ഞതും ഇപ്പോഴത്തെ സുന്നി വിമത മുന്നേറ്റത്തിന് അനുകൂലമായ ഘടകമാണ്. ജെയ്ഷ് അൽ അഹ്റാർ, ജഫ്രത്ത് ഫത്തെ അൽ ഷാം, അൻസാർ അൽ ദീൻ ഫ്രണ്ട്, ജെയ്ഷ് അൽ സുന്ന, ലിവ അൽ ഹഖ്, നൂർ അൽ ദീൻ അൽ സംഗി തുടങ്ങിയ ഗ്രൂപ്പുകൾ ലയിച്ച് 2017 ജനുവരി 28 തഹ്രീർ അൽ ഷാം അബൂ ജാബർ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയായത്. സിറിയൻ സർക്കാരിനെയും സിറിയൻ മണ്ണിൽ നിന്ന് ഹെസ്ബുള്ള സൈനികരെയും പുറത്താക്കി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണ് തഹ്രീർ അൽ ഷാമിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ വന്നെങ്കിലും പിന്നാലെ സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇറാനും ഹൂത്തികൾക്കും ഹെസ്ബുള്ളയ്ക്കും ഹമാസിനുമൊപ്പം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൽ ഔദ്യോഗിക അംഗമാണ് സിറിയൻ സർക്കാർ എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.